ഹായ് എവറി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ICD. എന്താണ് ICD? ഇൻട്രാക്രേനിയൽ ഡ്രെയിനേജ് അല്ലെങ്കിൽ ചെസ്റ്റ് ട്യൂബ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു ബ്രീഫ് നോട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ICD എന്ന് പറയുന്നത്? നമ്മുടെ ലങ്സിൽ പ്ലൂറൽ സ്പേസിൽ എയറോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ അക്യുമുലേറ്റ് ആകുന്ന ഈ എയറിനെയും ഫ്ലൂയിഡിനെയും റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ICD അല്ലെങ്കിൽ ചെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ICD വിളിക്കുന്നത് നമ്മൾ ചെസ്റ്റ് ട്യൂബ് എന്നും പറയും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ICD? Definition: An ICD, commonly called as chest tube, is a system used to remove abnormal air or fluid from the space around the lungs or pleural space. എവിടെ ഈ പ്ലൂറൽ സ്പേസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലങ്സിന് ചുറ്റുമുള്ള സ്പേസിനാണ് പ്ലൂറൽ സ്പേസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് പ്ലൂറൽ സ്പേസ് എന്ന് പഠിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് അറൗണ്ട് ദ ലങ്സ് എന്നും പഠിക്കാം നിങ്ങളുടെ ഇതനുസരിച്ച്. അപ്പം ഡെഫിനേഷനിൽ വരുമ്പോൾ അതിന് ICD കോമൺലി കോൾഡ് ആസ് എന്താണ്? ചെസ്റ്റ് ട്യൂബ് എന്നാണ് വിളിക്കുന്നത്. കോമൺലി കോൾഡ് എ ചെസ്റ്റ് ട്യൂബ് ഈസ് എ സിസ്റ്റം യൂസ് ടു റിമൂവ് abnormal collection of fluid or air in the pleural space. So നമ്മൾ പറഞ്ഞു എയറും ഫ്ലൂയിഡും അക്യുമുലേറ്റ് ആകുന്നതാണ് അല്ലേ? ഈ എയറിനെയും ഫ്ലൂയിഡിനെയും നമ്മൾ മെഡിക്കലി നമ്മൾ പറയുമ്പോൾ എയർ ഫില്ലാകുന്ന, അതായത് ലങ്സിൽ എയർ ഫില്ലായിരിക്കുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് ന്യൂമോതൊറാക്സ്. കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്ലൂയിഡ് ആണെങ്കിലോ ബ്ലഡ് അല്ലേ? സോ ഹീമോതൊറാക്സ്, ന്യൂമോതൊറാക്സ് ആൻഡ് ഹീമോതൊറാക്സ്, അങ്ങനെ രണ്ടാണ് നമ്മളുടെ ഈ ICD കണ്ടീഷൻസിൽ വരുന്നത്. സോ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് വെൻ ദ എയർ ഗെറ്റ്സ് ട്രാപ്ഡ് അറൗണ്ട് ദ ലങ്സ്. അപ്പം ഹീമോതൊറാക്സ് എന്താ? വെൻ എ ബ്ലഡ് ഗെറ്റ്സ് ട്രാപ്ഡ് അറൗണ്ട് ദ ലങ്സ്. പഠിച്ചല്ലോ. സോ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ലങ്സിനെ എക്സ്പാൻഡ് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ICD യൂസ് ചെയ്യുന്നത്, ഇത് എയറെല്ലാം റിമൂവ് ചെയ്ത് പ്രോപ്പർ ഫങ്ഷന് വേണ്ടി. ഇതിന് 3 ചേമ്പറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ICUവിൽ ആണ്. അപ്പോൾ ഇത് ICUവിൽ 3 ചേമ്പറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? ഡ്രെയിനേജ്. സെക്കൻഡ് വാട്ടർ. തേർഡ് സക്ഷൻ. സോ ഫസ്റ്റ് വൺ ഈസ് ഡ്രെയിനേജ് കളക്ഷൻ ചേമ്പർ. ഡ്രെയിൻ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചേമ്പറാണ് ഡ്രെയിനേജ് കളക്ഷൻ ചേമ്പർ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഡ്രെയിനേജ്? ബ്ലഡ്. സോ ഈ ബ്ലഡ് കളക്ട് ചെയ്ത് ചേമ്പറിൽ കളക്ട് ചെയ്യാവുമല്ലോ. അപ്പം നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കും, ഇത്ര ml എത്ര ml പെർ അവർ എന്നൊക്കെ നമ്മൾ നോക്കും. സോ പെർ അവറിൽ 100 ml അപ് ടു 100 ml ആണ് ഇതിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ലെവൽ കൂടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ബ്ലഡിൻ്റെ കളർ ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ അതൊരു അബ്നോർമാലിറ്റിയാണ്. സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. സോ എന്താണ് ഡ്രെയിനേജ് കളക്ഷൻ ചേമ്പറിൽ പറയുന്നത്? ഇറ്റ് കളക്ട്സ് ദ ഫ്ലൂയിഡ് ഓർ ബ്ലഡ് കമ്മിങ് ഓഫ് ദ ബോഡി. ഇതിന് റെഡ് ഫ്ലാഗ് എന്നാണ് ഈ നമ്മൾ അതായത് എബോവ് മോർ ദാൻ 100 കൂടുന്ന ഇതിനും ബ്രൈറ്റ് റെഡിൻ്റെ ഇതിന് പറയുന്ന റെഡ് ഫ്ലാഗ് എന്നാണ്. ഇഫ് യു സീ മോർ ദാൻ 100 ml പെർ അവർ ഓർ ബ്രൈറ്റ് റെഡ് ബ്ലഡ്, സോ ഇറ്റ് ഈസ് ആക്റ്റീവ് ബ്ലീഡിങ് എന്നാണ് ഇൻഫോം ടു ദ ഡോക്ടർ. നോർമൽ ഇപ്പോൾ എന്താണ്? അപ് ടു 100 ml വരെ നോർമലാണ്. നെക്സ്റ്റ് വാട്ടർ സീൽ ചേമ്പർ. വാട്ട് ഈസ് വാട്ടർ സീൽ ചേമ്പർ? എയർ ലങ്സിൻ്റെ തിരിച്ചു പോകാൻ ചാൻസസ് ഉണ്ട്.
സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ വാട്ടർ സീൽ ചേംബർ എന്ന് പറയുന്നത്. ദിസ് ആക്ട് ആസ് എ വൺ വേ വാൽവ് പ്രിവെൻറ്റിംഗ് എയർ ഫ്രം ദ പ്ലൂറൽ സ്പേസ്. ഇതിനെ ടൈറ്റ്ലിംഗ് എന്ന് പറയും. സോ ദ വാട്ടർ ഷുഡ് ബി മൂവ് അപ്പോ വെൻ ദ പേഷ്യൻറ്റ് ബ്രീത്ത് ഇൻ. ദ വാട്ടർ മൂവ് ചെയ്യുന്നത് മൂവ് അപ്പ് എപ്പോഴാണ്? പേഷ്യൻ്റ് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ. ആൻഡ് ഡൗൺ വെൻ ദ ബ്രീത്ത് ഔട്ട്, അതായത് ഇൻഹേലും എക്സേലും. അത് പഠിച്ചാൽ മതി. ഓക്കെ, മൂവ്സ് അപ്പ് ഇൻ ഇൻഹേൽ ആൻഡ് മൂവ്സ് ഡൗൺ ഇൻ എക്സേൽ. നെക്സ്റ്റ് ലാസ്റ്റ് സക്ഷൻ കൺട്രോൾ ചേംബർ. ദിസ് ഹെൽപ്സ് ടു പുൾ ദ ഫ്ലൂയിഡ് ഓർ എയർ ഔട്ട് യൂസിങ് ജെൻറൽ പ്രഷർ. ജെൻറൽ ബബിൾ ഉണ്ടാകും, അത് നോർമലാണ്. പക്ഷേ എക്സസീവ് ബബിൾ ഉണ്ടാകുവാണെങ്കിൽ എയർ ലീക്കേജ് ഉണ്ടെന്നാണ് ഇത്. അപ്പോൾ 3 നമ്മൾ പഠിച്ചു: ഡ്രെയിനേജ് കളക്ഷൻ ചേംബർ, വാട്ടർ സീൽ ചേംബർ ആൻഡ് സക്ഷൻ കൺട്രോൾ ചേംബർ. നെക്സ്റ്റ് വൺ, വേർ ഇസ് ട്യൂബ് പ്ലേസ്ഡ്? ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ് നമ്മൾ ട്യൂബ് ഇത് ചെയ്യുന്നത്. പക്ഷേ എവിടെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ്, കണ്ടീഷൻ ബേസ്ഡ് നമ്മൾ പഠിച്ചു. മേ ബി ന്യൂമോതൊറാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹീമോതൊറാക്സ് ആയിരിക്കും. ന്യൂമോതൊറാക്സ് ആണെങ്കിൽ സെക്കൻഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും ട്യൂബ് പ്ലേസ് ചെയ്യുന്നത്. അതായത് റിമൂവ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് കോസ്റ്റൽ സ്പേസിലായിരിക്കും. ദ ട്യൂബ് ഈസ് പ്ലേസ്ഡ് ഹൈ അബ് യൂഷ്വലി സെക്കൻഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസ് നിയർ കോളറ ബോണിൻ്റെ അടുത്താണ്. അത് സെക്രീഷൻ ഔട്ട് ചെയ്യാനുള്ള ഈസിക്കാണ്. ദെൻ റിമൂവ് ദ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ബ്ലഡൊക്കെ ആണെങ്കിൽ ഹീമോതൊറാക്സ് ആണെങ്കിൽ ദ ട്യൂബ് പ്ലേസ്ഡ് ലോവർ ഡൗണിലാണ്. കാരണം സെറ്റിൽ ഡൗൺ ബോട്ടം ഓഫ് ഇതിലാണ് ഫ്ലൂയിഡ് ഇതാകുന്നത്. അതുകൊണ്ട് അതെവിടെയാണ്? 6th or 7th ഇൻ്റർകോസ്റ്റൽ സ്പേസ്. 6th or 7th ഇൻ്റർകോസ്റ്റൽ സ്പേസ്. മറ്റ് ന്യൂമോതൊറാക്സ് ആകുമ്പം സെക്കൻഡും, ഹീമോ ആകുമ്പം 6th or 7th ഇൻ്റർകോസ്റ്റൽ സ്പേസ്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആസ് എ നേഴ്സ് ഒരു എമർജൻസി ചെക്ക് ലിസ്റ്റ്, ICD ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ ഒരു എമർജൻസി ചെക്ക് ലിസ്റ്റ് ഉണ്ട്, നേഴ്സുമാർ അറിഞ്ഞിരിക്കേണ്ടത്. ദ പേഷ്യൻറ്റ് സംടൈംസ് ഇത് റിമൂവ് ആകും, ബോഡിയിൽ നിന്ന് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് റിമൂവ് ആകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ട്യൂബ് ഡിസ്കണക്റ്റ് ആയി പോകും. അങ്ങനെ ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്, പ്രോട്ടോക്കോൾസ് ഉണ്ട്. അപ്പം ദ ട്യൂബ് ആക്സിഡൻ്റലി പുൾ ഔട്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി പിഞ്ച് ദ സ്കിൻ ടുഗദർ, അപ്ലൈ ദ സ്റ്റെറൈൽ ഡ്രസ്സിങ്. നോർമലി സ്റ്റെറൈൽ ഡ്രസ്സിങ്ങിന് ലൈക്ക് വാസ്ലൈൻ ഗോസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പെട്രോളിയം ഗോസോ അല്ലെങ്കിൽ ടെൽഫ ഗോസോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇഫ് ട്യൂബ് ഈസ് ഡിസ്കണക്ട് ഫ്രം ദ മെഷീൻ ആണെങ്കിലോ, മെഷീൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ക്വിക്ക്ലി ഡിപ്പ് എൻഡ് ഓഫ് ദ ട്യൂബ് ഇൻ ടു ബോട്ടിൽ ഓഫ് സ്റ്റെറൈൽ വാട്ടർ ഓർ NS, നോർമൽ സലൈൻ. അത് ഒരു ടെമ്പററി വാട്ടർ സീലായിട്ട് നമ്മളിത് ചെയ്യുന്നതാണ്. കാരണം എയറും ബാക്കിലോട്ട് ലങ്സിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പാകും അത് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ സെമി ഫൗളസ് പൊസിഷനിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു പറയുന്നത്, ഇത് എന്നും ഡെയിലി നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കണം. പിന്നെ നമ്മൾ റിമൂവിങ് ദ ട്യൂബ്, ഇത് ഒക്കെ എല്ലാം സെറ്റായി കഴിയുമ്പോൾ എയറെല്ലാം റിമൂവ് കഴിയുമ്പോൾ റിമൂവ് ഉണ്ട്, ലൈഫ് ലോങ് ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇത്. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ബൽസെൽവ മാനുവർ എന്നാണ് പറയുന്നത്. ആസ് ദ പേഷ്യൻറ്റ് ടു ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ഹോൾഡ്. ബ്രീത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറയുക. ബെയർ ഡൗൺ വൈൽ ദ ഡോക്ടർ ദ ട്യൂബ് ഔട്ട്. ആ സമയത്ത് ഡോക്ടർ ട്യൂബ് ഔട്ട് ചെയ്യും. ദിസ് പ്രിവെൻറ്റ്സ് എയർ ബീങ് സക്ക്ഡ് ബാക്ക് ഇൻ ടു ദ ചെസ്റ്റ് ഡ്യൂറിങ് ദ റിമൂവൽ. അതായത് ഈ സമയത്ത് ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ചെയ്യാൻ ഇത് ബാക്കിലോട്ട് ഇത് എയർ സക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ICD എന്നുള്ളത്. അപ്പം ICDയെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.